ഒരു രാത്രിയിൽ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ ഒരു കൊച്ചു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് അവിടേക്ക് കയറി ചെന്നു. എന്തിനാ കരയുന്നത്? പ്രസവവേദന കൊണ്ട് കരയുകയാണ്. ആ സ്ത്രീ പറഞ്ഞു, സ്ത്രീകളാരും എന്നെ ശുശ്രൂഷിക്കാൻ മുന്നോട്ട് വന്നില്ല, എന്നെ ശുശ്രൂഷിക്കാൻ ഒരു സഹോദരിയും വന്നില്ല, ഒരു സ്ത്രീയും വന്നില്ല. അതാണ് എന്റെ പ്രയാസം. വന്നത് അമീറുൽ മുഅ്മിനീനാണെന്ന്, വന്നത് ഖലീഫയാണെന്ന് അവർ അറിയുന്നില്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കളെ ശുശ്രൂഷിക്കാൻ ഒരു സ്ത്രീയെ ഞാൻ തന്നെ കൊണ്ടുവരാം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നേരെ വീട്ടിൽ ചെന്നു. എന്നിട്ട് ഭാര്യ വിളിക്കുകയാണ്, ഉമ്മു കുൽസൂം പുറപ്പെടുക, ഏറെ പ്രതിഫലാർഹമായ ഒരു കാര്യം ചെയ്യാനുള്ള അവസരം നിനക്കൊത്തു വന്നിരിക്കുന്നു, ഉമ്മു കുൽസൂം പുറപ്പെടുക. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചാക്ക് ഗോതമ്പും ഏതാനും നെയ്യിന്റെ ബാഗുകളും ചുമന്നുകൊണ്ടും മുന്നിലും ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ പിന്നിലുമായിട്ട് പുറപ്പെടുകയാണ്. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ വീട്ടിനകത്ത് പോയി ആ സഹോദരിയെ ശുശ്രൂഷിക്കുകയാണ്. പ്രസവ ശുശ്രൂഷ നടത്തുന്നതിനിടയ്ക്ക് അവരെ പ്രസവിക്കുകയാണ്. പ്രസവിച്ച ഘട്ടത്തിൽ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ അമീറുൽ മുഅ്മിനീന്റെ അടുക്കലേക്ക് സന്തോഷത്തോടു കൂടി വരുന്നുണ്ട്. അമീറുൽ മുഅ്മിനീൻ, മാതാവ് പ്രസവിച്ചിരിക്കുന്നു, ഉമ്മ പ്രസവിച്ചിരിക്കുന്നു, ആൺകുഞ്ഞാണ്, അൽഹംദുലില്ലാഹ്. അമീറുൽ മുഅ്മിനീൻ എന്ന വിളി കേൾക്കുകയാണ്. ആരെന്നറിയോ? ആ സ്ത്രീയുടെ ഭർത്താവുണ്ട്, അടുത്ത് നിൽക്കുന്നു. പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, ജോലിയും കൂലിയുമൊന്നുമില്ലാത്ത ദരിദ്രനായ അറുദരിദ്രനായ ഒരു മനുഷ്യൻ. അദ്ദേഹം ആകെ അന്തം വിട്ടുപോയി. അമീറുൽ മുഅ്മിനീനാണോ ഈ വന്നിട്ടുള്ളത്? എന്റെ അടുക്കൽ നിൽക്കുന്ന അമീറുൽ മുഅ്മിനീനാണോ? അമീറുൽ മുഅ്മിനീന്റെ ഭാര്യയാണോ? എന്റെ പ്രിയതമയെ ശുശ്രൂഷിച്ചിട്ടുള്ളത്, പ്രസവ ശുശ്രൂഷ നടത്തിയിട്ടുള്ളത്?